തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്കും അസാധാരണമായൊരു നീക്കമാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരും മുൻ MLA-മാരും ഒക്കെ ഭരണം ലഭിക്കാൻ പോകുന്ന പാർട്ടിയിലേക്ക് മാറുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോഴങ്ങനെയല്ല, ഒരു സംസ്ഥാനത്തുള്ള പാർട്ടി ഒന്നടങ്കം മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ പലയിടത്തും മാറി BJP-യിലേക്ക് ചേരുന്നു. ഒരു സംസ്ഥാനം, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം, ഏത് നിമിഷവും BJP-യിലേക്ക് മാറാനായി തയ്യാറായി നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഹൗസ്ഫുൾ എന്നൊരു ബോർഡ് വെക്കേണ്ട അവസ്ഥയിലാണ് രാജസ്ഥാനിലെ BJP നേതൃത്വം. ഏതായാലും കഴിഞ്ഞ ദിവസം MLA-മാരും 2 മുൻമന്ത്രിമാരും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് BJP-യിൽ ചേർന്നിരിക്കുന്നത്. MLA-മാരുടെ ഒരു നീണ്ട നിര, മുൻ MLA-മാരാണ്, അവരുടെ ഒരു നീണ്ട നിര തന്നെയാണ്. മുൻമന്ത്രിമാരായ രാജേന്ദ്ര യാദവ്, ലാൽചന്ദ് കഠാരിയ തുടങ്ങിയവർ എത്തി. അതിന് തൊട്ടു പിന്നാലെ തന്നെ MLA-മാരായ റിച്ച്പാൽ മിർദ, വിജയ് മിർദ, ഖിലതി ഭൈരവ, അശോക് ബെനിഹൽ തുടങ്ങി അനവധി MLA-മാരും നേതാക്കന്മാരുമാണ് BJP-യിലേക്ക് എത്തുന്നത്. ഇവരെ അക്കോമഡേറ്റ് ചെയ്യുക ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജസ്ഥാൻ BJP ഘടകത്തിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഹൗസ്ഫുൾ ബോർഡ് വെക്കേണ്ട അവസ്ഥയിലേക്കാണ് എന്ന് അവിടുത്തെ പ്രാദേശിക നേതാവ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം അടപടലം കോൺഗ്രസ് BJP-യിലേക്ക് എത്തുകയാണ്. കാരണം ഈ വരുന്നവരൊന്നും ചെറിയ ആളുകളല്ല, മുൻ MLA-മാരുടെ നേതാക്കന്മാരുടെ, ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. സ്വാഭാവികമായും BJP-യിലുള്ള നേതാക്കന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട്. ഹൗസ്ഫുൾ ബോർഡ് വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.